ഹായ്, ഇന്ന് ഞാൻ കണ്ണൂരുള്ള ഒരു ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തുകയാണ്. രാത്രി ഒരു 11 മണിയായ സമയത്ത് ഒരു വയറ്റിൽ നിന്നൊരു വിളി വന്നു. അപ്പോൾ നേരെ വെച്ച് പിടിച്ചു നമ്മുടെ കണ്ണൂരുള്ള ആയിക്കരയിലുള്ള മൊയ്തീൻ പള്ളിക്ക് അടുത്തായിട്ടുള്ള നാസർ ഖാൻ്റെ തട്ടുകടയിലേക്ക്. ചിക്കൻ ഫ്രൈ അടിക്കാനാണ് പോകുന്നതെന്ന് കേട്ടരോ മക്കളും കൂടി ഒന്നിച്ചിട്ട് കൂടി. പിന്നെ ഒന്നും നോക്കിയില്ല, ഉറങ്ങാൻ കിടന്ന മക്കൾ വരെ എണീറ്റ് ചാടി ഓടി കയറി വണ്ടിയിൽ. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും കൂടിയിട്ട് തട്ടുകടയിലെത്തിയിട്ടുണ്ട്. ഇവിടെ രാത്രി 1 മണിവരെയൊക്കെ ഫുഡ് കിട്ടും കേട്ടോ. കണ്ണൂരിൽ ബാക്കി എല്ലാ കടകളും അടച്ചു കഴിഞ്ഞാലും നാസർ ഖാൻ്റെ ഈ തട്ടുകട 1 മണിവരെയൊക്കെ ഉണ്ടാവും. കണ്ടോ, 11:30 മണിയായിട്ടും കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഫാമൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നെയ്പ്പത്തൽ ചൂടോടെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫുഡ് നല്ല ടേസ്റ്റിയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ഫുഡ് കഴിക്കാനും പറ്റും. നമ്മൾ നല്ലൊരു ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ അതിനനുസരിച്ച് ബില്ല് വരുമല്ലോ. ഇവിടെ നിന്നെങ്കിലും ഫുഡിന് നല്ല ടേസ്റ്റും ഉണ്ടാവും, പക്ഷെ അത്ര റേറ്റും വരില്ല. ഇത് കണ്ടേ, നെയ്പ്പത്തിലൊക്കെ നല്ല ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പൂരി പോലെ വീർത്ത നെയ്പ്പത്തലാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ നെയ്പ്പത്തലിൻ്റെ തന്നെ ചില്ലി ചിക്കനുമായിട്ടുള്ളൊരു മിക്സും കൂടി ഉണ്ട്. അത് ഇതുവരെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണൂർക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഐറ്റമാണ്. പിന്നെ നമ്മുടെ ചിക്കൻ തന്നെ അൽഫാം, പെരി പെരി ചിക്കന്, പിന്നെ നോർമൽ അൽഫാമും, പിന്നെ അതുപോലെ തന്നെ കാന്താരി അൽഫാമുണ്ട്, പിന്നെ ചിക്കൻ കബാബും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തത് നോർമൽ അൽഫാമും പിന്നെ ഒന്ന് മാത്രം പെരി പെരി അത് മോൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് സാലഡും അതുപോലെ മയോണൈസും പിന്നെ ഗ്രീൻ ചട്നിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഫുഡ് കണ്ടപ്പാടെ പിന്നെ ഒന്നും നോക്കില്ല, അങ്ങ് അറ്റാക്ക് തുടങ്ങി. എൻ്റെ ഇളയ സന്തതി ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഞങ്ങൾ ഫുഡ് കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും ആള് പതിയെ തിന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും അല്ലേ ഇതുപോലെയുള്ള സ്ലോ ഈറ്റേഴ്സ്. പിന്നെ ഇന്ന് നമ്മുടെ ഈ നാസർ ഖാൻ്റെ കടയിൽ പോയിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക, അവിടുത്തെ ഫുഡിനെ കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ കണ്ണൂർ വരുവാണെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും കണ്ണൂർ വരുവാണെങ്കിൽ ഈ സ്പോട്ടിൽ ഫുഡ് ട്രൈ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.